സഹോദരനാണ് മരിച്ചിരിക്കുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളെ ചേർത്ത് പിടിച്ചോണ്ട് ആണ് ഒരാളാണ് പൊന്മുത്ത, ആലപ്പുഴയുടെ മണിമുത്ത. ആളുകൾക്കെല്ലാം പറയാനുള്ളത് അത് തന്നെയാണ്. അതായത് ഈ പാലത്തിന്റെ, തോട്ടപ്പള്ളി പാലത്തിന്റെ മറുകരയിൽ എത്തി നിൽക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ പാലം കടന്ന് ഇവിടേക്ക് എത്തും. ഈ ആളുകളെയൊക്കെ കടന്ന് അടുത്തെന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വി എസിനെ കാണാൻ ഇന്നലെ മുതലേ ഞങ്ങളെല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് വി എസിനെ കാണാനായിട്ട്. അദ്ദേഹത്തിന്റെ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഇന്നലെ മുതലേ മഴയും ഇതെല്ലാം അവഗണിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവസാനമായിട്ട് വരികയാണ്. ഇനിയില്ല, ഇനി ഒരു കൂടിക്കാഴ്ചയില്ല. അതിനാൽ ഞങ്ങൾ ഇന്നലെ മുതലേ കാത്തിരിക്കുകയാണ് വി എസിന് വേണ്ടി. എല്ലാവരും അതാ പറയുന്നത്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ ഈ പാർട്ടിയിലേക്ക്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ആകർഷിച്ച ഒരു നേതാവ് എന്ന് പറയുന്നത് വി എസ് ആയിരുന്നു. അമ്മേ, പൂവൊക്കെ ആയിട്ട് നിൽക്കുകയാണ് വി എസിനെ ഒന്ന് കാണാനായിട്ട്. നേരം എടുത്തപ്പോ തൊട്ട് ഇവിടെ വന്ന് നിൽക്കുവാ മോനെ വി എസിനെ ഒന്ന് കാണാനായിട്ട് തന്നെ. അവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി ആരാധന തോന്നിയതാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് ആരാധന തന്നെ. ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ പോയി ഞങ്ങളുടെ കണ്ണിലുണ്ണിയാ പോയേക്കുന്നത്. ഭയങ്കര വിഷമമുണ്ട്. അവിടെ വന്ന് കാണാൻ പറ്റുന്നില്ല. അതിന് ഇവിടെ വന്ന് നേരം എടുത്തപ്പോ 6 മണിയായപ്പോ വന്നതാ ഞാനിവിടെ. എന്റെ വീട് എത്ര വയസ്സുണ്ട്? എനിക്ക് 70 വയസ്സുണ്ട്. ഞാൻ കിഴക്കക്കര, ഈ 6 കിഴക്കക്കര എന്റെ വീട്. ഈ അമ്മ 70 വയസ്സായ ഒരു അമ്മ 6 മണി മുതലേ ഇവിടെ വന്ന് ആ വി എസിനെ കാത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് ആലപ്പുഴയ്ക്ക് വി എസിനോടുള്ള ഒരു സ്നേഹം എന്നുള്ളത് തന്നെയാണ് ആ തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സമയം നീണ്ടു പോകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വ്യാപാരി വ്യവസായികളൊക്കെ അവസാനമായിട്ട് വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ നിൽക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തിട്ടുള്ള ധീരനായ നേതാവ് അത് തന്നെയാണ്. വി എസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഓർമ്മിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. മഞ്ഞളാംകുടി അലിയാണ് നേരെ കുറച്ചു മുന്നേ സംസാരിച്ചത്. പക്ഷെ അദ്ദേഹം അധികമൊന്നും പറയുന്നില്ല. ഈ ദൃശ്യങ്ങൾ കാണുക. ഞാൻ ഈ നടക്കുന്നത് ഒരു ദേശീയപാതയുടെ മധ്യത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കില്ല. അതിന്റെ 2 വശങ്ങളിലും ഏകദേശം 100 മീറ്ററിലധികമായിട്ട് ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം ആ ഒരു പുന്നപ്ര വയലാറിന്റെ സമരനായകനെ സ്വീകരിക്കാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി, ആദരാഞ്ജലി അർപ്പിക്കാനായി, തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനായി ആലപ്പുഴക്കാർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇനി അമ്പലപ്പുഴയൊക്കെ എത്തുമ്പോൾ ഇതിന്റെ 10 മടങ്ങായിരിക്കും ജനസാഗരം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, എന്തായാലും അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം തോട്ടപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പല വാക്കുകൾ, കണ്ടമിടറിയുള്ള പല വാക്കുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൽ ഹൃദയത്തിൽ തറച്ച ഒരു വാക്ക്, അതൊരു തൊഴിലാളി സ്ത്രീയാണ് പറഞ്ഞത്. അവർ പറയുകയാണ്, പാളയിൽ കഞ്ഞി കുടിച്ചിട്ടില്ല, തമ്പ്രാൻ എന്ന് വിളിച്ചിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് നേടിത്തന്നത് ആലപ്പുഴയുടെ കണ്ണിലുണ്ണിയായ ഞങ്ങളുടെ വി എസ് അച്യുതാനന്ദനാണ്. അദ്ദേഹം മരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതെ, അത് തന്നെയാണ് അവിടെ ഇരുന്ന ജനസാഗരം പറയുന്നത്. അദ്ദേഹം മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല. ആലപ്പുഴ ഒന്നാകെ ഇന്ന് ദേശീയപാതയ്ക്ക് ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണേണ്ടതുണ്ട്. അവസാനമായി യാത്രാമൊഴി നൽകേണ്ടതുണ്ട്. അതിനായുള്ള കാത്തിരിപ്പാണ്. പുലർച്ചെയൊക്കെ എത്തിയ ആളുകളുണ്ട്. അപാലവൃദ്ധം ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ഇല്ലാത്ത ഒരു പ്രയോഗമാണ് ഈ സന്ദർഭത്തിൽ. അത് വളരെ പ്രായമായ ആളുകൾ വരെ പൂക്കളൊക്കെയായി വി എസിനെ ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ജീവിക്കുന്ന ജീവിതം അവർക്ക് നേടിക്കൊടുത്ത സഖാവാണ്. പണ്ട് അവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ പൂർവികരുമൊക്കെ കർഷക തൊഴിലാളിയായിരുന്നു. പല ജന്മികളുടെ കീഴിൽ അനുഭവിച്ചിരുന്ന ഒരു ദുരിതം അനുഭവിച്ചിരുന്ന ഒരു അടിയാള സമൂഹമായിരുന്നു. അവരെയൊക്കെ ഒരു നേർദിശയിലേക്ക് വഴിതിരിച്ചത് വി എസ് ആണ് എന്നവർ നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ തന്നെ പറയുന്നത്. പാളയിൽ കഞ്ഞി കുടിച്ചിട്ടില്ല, തമ്പ്രാൻ എന്ന് വിളിച്ചിട്ടില്ല. അതിനൊക്കെ കടപ്പെട്ടിരിക്കുന്നത് വി എസ് എന്ന സമരനായകനോടാണ്. 17ാമത്തെ വയസ്സിൽ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മറക്കുക എന്നുള്ളത് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കഴിയാത്ത ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയം ജീവിതത്തെ രാഷ്ട്രീയവുമാക്കിയ ഒരു അസാധാരണ വ്യക്തിത്വം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഉചിതമായ യാത്രയയപ്പ് നൽകുകയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ. നേരത്തെ കൊല്ലത്ത് നമ്മൾ കണ്ടതാണ്. കൊല്ലത്തിൻ്റെ വിപ്ലവ മണ്ണ് സഖാവിനായി 2 വശത്തും അണിനിരന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെയുള്ളൊരു സ്വീകരണം തന്നെ ആലപ്പുഴയിലും ലഭിക്കുകയാണ്. ഇപ്പോൾ തോട്ടപ്പള്ളിയിലേക്ക് എത്തുകയാണ്. അതിനുശേഷം പുറക്കാടേക്ക് പോകും. തോട്ടപ്പള്ളിയിലൊക്കെ നാഷണൽ ഹൈവേക്ക് ഇരുവശവുമായി ആളുകളുടെ ഒരു
തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പലരും സഖാവിന് പൂക്കളുമായി എത്തിയിട്ടുണ്ട്. അതൊന്നും അർപ്പിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം വാഹനവ്യൂഹം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞു വെച്ച സമയമൊക്കെ എപ്പോഴോ പിന്നിട്ടിരിക്കുന്നു. അവിടേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് മണിക്കൂറുകളൊക്കെ വൈകിയായിരിക്കും വീട്ടിലേക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ നിശ്ചയിച്ച പോലെയുള്ള സംസ്കാര ചടങ്ങുകളൊക്കെ ഏറെ വൈകും എന്നുള്ള കാര്യം കൂടിയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അണമുറിയാതെ ജനപ്രവാഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലയ്ക്കാതെ മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിൽ കിലോമീറ്ററുകളൊക്കെ പിന്നിടാൻ മണിക്കൂറുകൾ എടുക്കുകയാണ്. വിലാപയാത്രയ്ക്കായി മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമമൊക്കെ തീർത്തും അപ്രസക്തമാവുകയാണ്. ആർത്തിരമ്പുന്ന വൈകാരിക വേലിയേറ്റത്തിൽ അലിഞ്ഞ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ കേരളത്തിന്റെ സ്വന്തം VS അവസാനമായി ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ്.